വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോണൗൺസ് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫ്രേസൽ വെർബ്സ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രേസൽ വെർബ്സ് ആർ കോമ്പിനേഷൻ ഓഫ് വെർബ് ആൻഡ് വൺ മോർ പാർട്ടിപ്പിൾ ദാറ്റ് ടുഗദർ ക്രിയേറ്റ് എ മീനിങ് ഡിഫറെൻറ്റ് ഫ്രം ദ ഒറിജിനൽ വെർബ്. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ദി ഇംഗ്ലീഷ് ആൻഡ് എസെൻഷ്യൽ ഫോർ ഫ്ലുവൻസി. അപ്പോൾ ഒരു വെർബിൻ്റെ ഒപ്പം ഒരു പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ അഡ്വർബോ ആഡ് ചെയ്തിട്ട് വരുന്നവരാണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലുക്ക് ആഫ്റ്റർ, അതിൻ്റെ അർത്ഥം ടേക്ക് കെയർ ഓഫ് എന്നാണ്. അപ്പോൾ ലുക്ക് വെർബും ആഫ്റ്റർ പ്രിപ്പോസിഷനാണ്. പിന്നെ അഡ്വർബ്, വെർബ് ഗീവ് അപ്പ്, ഗീവ് വെർബും അഡ്വർബ് അപ്പ്. അപ്പോൾ ഗീവ് അപ്പ് എന്ന് വെച്ചാൽ സറണ്ടർ എന്നാണ്. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ മീനിങ് വെച്ച് നോക്കാൻ നേരത്തെ ഇത് വേറെ അർത്ഥവും. കാരണം ഇപ്പോൾ ലുക്ക് എന്ന് വെച്ചാൽ നോക്കുക എന്നാണ്. ഇപ്പോൾ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ടേക്ക് കെയർ ഓഫ് എന്നാണ്. പ്ലീസ് ലുക്ക് ആഫ്റ്റർ ഹിം എന്ന് പറയുമ്പോൾ അദ്ദേഹം അവനെ നോക്കുക, ടേക്ക് കെയർ ചെയ്യുക. അപ്പോൾ ഗീവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നാണ്. പക്ഷേ ഗീവ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സറണ്ടർ എന്നാണ്. അതുപോലെ തന്നെ പുട്ട് അപ്പ് വിത്ത്, അതുപോലെ തന്നെ കോൾഡ് ഓഫ്, കോൾ എന്ന് പറയുമ്പോൾ വിളിക്കുക, പക്ഷേ കോൾഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ എന്നാണ് അർത്ഥം. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. റിക്വയർ ആൻ ഒബ്ജക്റ്റ്, ഷീ ടേൺഡ് ഓഫ് ദ ലൈറ്റ്, അത് ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബാണ്. ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് ഓഫ് ആക്കി എന്നുള്ളതാണ് ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ്. ഡു നോട്ട് റിക്വയർ ആൻ ഒബ്ജക്റ്റ്, ഹീ വോക്ക് അപ്പ് എയർലി. അപ്പോൾ അവിടെ ഒബ്ജക്റ്റീവ്, നമുക്ക് ഒബ്ജക്റ്റ് ഉള്ളതുപോലെ ചെയ്യാം. ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും നമുക്ക് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. സെപ്പറബിൾ ഫ്രേസൽ വെർബ്, ദ ഒബ്ജക്റ്റ് ക്യാൻ കം ബിറ്റ്വീൻ വെർബ് ആൻഡ് പ്രിപ്പോസിഷൻ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രേസൽ വെർബ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഇപ്പോൾ ഷീ പുട്ട് ഓഫ് ദ മീറ്റിംഗ്, ഇപ്പോൾ നിർത്തലാക്കിയതാണ് ടോളറേറ്റ്. അടുത്തത് ഷീ പുട്ട് ദ മീറ്റിംഗ് ഓഫ്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ എഴുതാം. രണ്ടിലും അർത്ഥം സെയിം ആണ്. ഷീ പുട്ട് ഓഫ് ദ മീറ്റിങ്ങും ഷീ പുട്ട് ദ മീറ്റിംഗ് ഓഫ് എന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്തോ അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെച്ചോ അങ്ങനെ വരാം. പിന്നെ ചിലത് സെപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഹീ ലുക്സ് ആഫ്റ്റർ ഹിസ് സിസ്റ്റർ, അത് അങ്ങനെ ചെയ്യാം. പിന്നെ നൗൺ വരാൻ നേരത്തെ എപ്പോഴും നമ്മൾ സെപ്പറേഷൻ ചെയ്ത് എഴുതാറുള്ളൂ, നൗൺ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ. അടുത്തതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ, ദ കോൾ ഓഫ്, ക്യാൻസൽ, ക്യാരി ഓൺ, കണ്ടിന്യൂ, ലുക്ക് ഫോർവേഡ് ടു. അപ്പോൾ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷ, ആൻറ്റിസിപ്പേറ്റ് വിത്ത് പ്ലഷർ. പിന്നെ റൺ ഔട്ട് ഓഫ്, വി റൺ ഔട്ട് ഓഫ് മേക്കിംഗ്, എക്സോസ്റ്റ് സപ്ലൈ, തീർന്നു പോകുന്ന സംഭവമൊക്കെയാണത്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ കാണാതെ പഠിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ മാക്സിമം വേർഡ്സ് ഫ്രേസൽ വെർബ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇത് കാണാതെ പഠിക്കേണ്ട സംഭവം തന്നെയാണ്. കാരണം ഓരോ മീനിങ്ങിനും സെപ്പറേറ്റ് അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ബ്രിങ് അപ്പ് ടു മെൻഷൻ എ ടോപ്പിക്, കോൾ ഓഫ് ടു ക്യാൻസൽ. ഇതിൻ്റെ മീനിങ് ആണ് ഫ്രേസൽ വെർബ്, ഇതാണ് ഇതിൻ്റെ മീനിങ് ആണ്. കം അക്രോസ് എന്ന് പറഞ്ഞെങ്കിൽ ടു ഫൈൻഡ് ബൈ ചാൻസ്. പിന്നെ ഗെറ്റ് അലോൺ, ടു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്. പിന്നെ ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു ക്വയറ്റ്. ലുക്ക് ആഫ്റ്റർ, ടു ടേക്ക് കെയർ ഓഫ്. ലുക്ക് അപ്പ് എന്തെങ്കിലും സെർച്ച് ചെയ്യുക. പുട്ട് ഓഫ് ടു പോസ്റ്റ്പോൺ. റൺ ഇൻ ടു മീറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി. ടേക്ക് ഓഫ് ടു റിമൂവ് ദ വെൻ പ്ലെയിൻ ലീവ്സ്. പിന്നെ ടേൺ ഡൗൺ ടു റിജക്റ്റ്. വർക്കൗട്ട് എക്സസൈസ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഫ്രേസൽ വെർബ് കണ്ടെത്താൻ നോക്കുക. എന്നിട്ട് ഇതിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് പല ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഇതിനകത്ത് തറവാൻ പറ്റുള്ളൂ. കാരണം ഇത് കാണാതെ പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഓരോ ഫ്രേസൽ വെർബിനും ഓരോ മീനിങ് ആണ്. അത് വെർബായിട്ട് ചിലപ്പോൾ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. ആ ഒരു സംഭവം എപ്പോഴും മനസ്സിലാക്കി വെക്കണം. ഇതിപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുക, പഠിക്കുക. അതിൻ്റെ ആൻസർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക. താങ്ക് യു.